കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതിൻ്റെയൊക്കെ ഇല്ലസ്ട്രേഷൻസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. സോ മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ചില ഡെഫിനിഷൻസ് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. സ്പാനിങ് സബ്സ്പേസ്. ഇഫ് S is equal to W1, W2, etc. WR is a non-empty set of vectors in a vector space V, then the subspace W of V that consists of all possible linear combinations of the vectors in capital S is called the subspace of V generated by S. And we call the vectors W1, we say that the vectors W1, W2, etc. WR span W. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് പറയാം the space W is equal to set of all C1 W1 plus C2 W2 plus etc. plus CR WR, where this Ci's are some scalars for 1 less than or equal to I less than or equal to R. നമ്മൾ എല്ലാ റിയൽ നമ്പേഴ്സും C1, C2, എക്സെട്ര CR എന്ന് പറയുന്നതിന് ഓൾ പോസിബിൾ റിയൽ നമ്പേഴ്സ് നമ്മൾ വാല്യൂസ് ആയിട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വെക്റ്റേഴ്സ് ഈ ലീനിയർ കോമ്പിനേഷൻ, ഇങ്ങനെയുള്ള എല്ലാ പോസിബിൾ ലീനിയർ കോമ്പിനേഷനും കൂടി ചേർന്നതാണ് W എന്ന് പറയുന്നത്. ഇതൊരു സബ്സ്പേസ് ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ കേസിൽ നമുക്ക് പറയാം ക്യാപിറ്റൽ W, ദ സബ്സ്പേസ് ക്യാപിറ്റൽ W ഈസ് സ്പാൻഡ് ബൈ ദ വെക്റ്റേഴ്സ് വെക്റ്റർ W1, വെക്റ്റർ W2, എക്സെട്ര വെക്റ്റർ WR. ആൻഡ് ഈ സബ്സ്പേസിനെ നമ്മൾ സ്പാൻ ഓഫ് W1, W2, എക്സെട്ര WR, ഓർ വി ക്യാൻ സിംപ്ലി സേ ദാറ്റ് W ഈസ് ഈക്വൽ ടു സ്പാൻ ഓഫ് S. ഇതുപോലെ നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസ് എന്താണ് എന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഇസ് മെൻ ബൈ ലീനിയർ ഇൻഡിപെൻഡൻസ്? ഇഫ് ക്യാപിറ്റൽ S is equal to V1, V2, etc. VR is a set of 2 or more vectors in a vector space V, then capital S is said to be linearly independent if no vector in S can be expressed as a linear combination of the others. ഈ V1, V2, എക്സെട്ര VR എന്ന് പറയുന്ന വെക്റ്റേഴ്സിനെ ഒന്നും മറ്റുള്ള ഇതിലേത് വെക്റ്റർ എടുത്താലും അതിനെ ഈ സെറ്റിലുള്ള മറ്റുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയും. ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് CR VR ഈക്വൽ ടു 0. ഈ 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ V എന്ന് പറയുന്ന വെക്ടർ സ്പേസിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഏതാണോ അത്. ദിസ് ഇംപ്ലൈസ് C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C3 ഈക്വൽ ടു എക്സെട്ര CR ഈക്വൽ ടു 0. അതായത് ഈ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ നമുക്ക് അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 കിട്ടണമെങ്കിൽ എല്ലാ സ്കെയിലാസും 0 ആയിരിക്കണം. In this case, we say that V1, V2, etc. VR are linearly independent. ഇനി linearly independent അല്ലെങ്കിൽ we say that they are linearly dependent. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബേസിസ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ S is equal to V1, V2, etc. Vn is a set of vectors in a finite dimensional vector space V. Then S is called a basis for V if this S should satisfy two conditions. The first condition is that S spans V. ഈ V1, V2, എക്സെട്ര Vn എന്ന് പറയുന്ന വെക്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വെക്ടർ സ്പേസിലുള്ള ഏത് വെക്റ്ററിനെ വേണമെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. V1, V2, എക്സെട്ര Vn എന്ന് പറയുന്ന വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ക്യാപിറ്റൽ വിയിലുള്ള ഏത് വെക്റ്റർ എടുത്താലും അതിനെ നമുക്ക് എഴുതാൻ പറ്റണം. അതാണ് S സ്പാൻസ് V എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് സെറ്റ് ഷുഡ് ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്.
So capital S is linearly independent, capital S spans V. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ we say that this S, the set S, നമ്മളിപ്പോൾ പറഞ്ഞ V1 V2 എക്സെട്ര Vn എന്ന് പറയുന്ന ആ സെറ്റ് ഒരു ബേസിസ് ആണ് എന്ന് നമുക്ക് പറയാം. വിയുടെ ഒരു ബേസിസ് ആണ് V1 V2 എക്സെട്ര Vn എന്ന് നമുക്ക് പറയാം. നൗ നമുക്ക് ചില എക്സാമ്പിൾസ് കാണാം. Rn എന്ന് പറയുന്ന സ്പേസ് നമുക്കറിയാം. Rn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ക്രോസ് എക്സെട്ര ക്രോസ് R n ടൈംസ്. ഇതിനെയാണ് നമ്മൾ Rn എന്ന് പറയുന്നത്. ഇതിൽ നമ്മളൊരു അഡീഷനും പോയിൻ്റ് വൈസ് കോർഡിനേറ്റ് വൈസ് അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു വെക്ടർ സ്പേസ് ആണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്താണ് എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ലെറ്റ് E1 ഈക്വൽ ടു 1 0 0 എക്സെട്ര 0. ഇത് Rnലുള്ള ഒരു എലമെൻ്റാണ്. ദിസ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് Rn. സോ ഇവിടെ n കോർഡിനേറ്റ്സ് ആണ് നമുക്കുള്ളത്. E2 ഈക്വൽ ടു 0 1 0 0 എക്സെട്ര 0. സോ ഇപ്പോൾ 1 ഉള്ളത് സെക്കൻഡ് പൊസിഷനിലാണ്. എക്സെട്ര En ഈക്വൽ ടു 0 0 എക്സെട്ര ലാസ്റ്റ് കോർഡിനേറ്റ് ഇസ് 1. ഓൾ അതർ കോർഡിനേറ്റ്സ് ആർ 0. ദിസ് ഇസ് En. അപ്പം ഇൻ ജനറൽ നമുക്ക് EI എന്ന് വെച്ചാൽ ith പൊസിഷനിൽ 1ഉം ബാക്കിയെല്ലാം 0യും വരുന്ന വെക്ടറാണ് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ Rn. ഇതൊരു ബേസിസ് ആണ്, കാരണം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ദീസ് വെക്ടേഴ്സ് വിൽ സ്പാൻ Rn ആൻഡ് ദീസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നമുക്കൊന്നും കൂടി വേണമെങ്കിൽ ഒന്ന് ഓർക്കാം. ദീസ് വെക്ടേഴ്സ് വിൽ സ്പാൻ Rn. Rnലുള്ള ഒരു എലമെൻ്റ് എടുക്കുക. Rnലുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം A1 A2 എക്സെട്ര An. ഈ ഫോമിലാണ് നമുക്ക് Rnലുള്ള ഒരു എലമെൻ്റ് എടുത്താൽ ഉണ്ടാവുക. where each ai is a real number. This can be written as a1 times 1 0 0 etc 0 plus a2 times 0 1 0 etc 0 plus etc an times 0 0 etc 0 1, last coordinate 1. അതായത് this is nothing but a1 e1 plus a2 e2 plus etc plus an en. ഓക്കെ, സോ e1 e2 എക്സെട്ര en എന്ന് പറയുന്ന ഈ n വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് Rnലുള്ള ഒരു ആർബിട്രറി എലമെൻ്റ് എടുത്താൽ അതിനെ എഴുതാൻ പറ്റുന്നുണ്ട്. സോ these vectors will span Rn. അടുത്തതായിട്ട് ദീസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് a1 e1 പ്ലസ് എക്സെട്ര പ്ലസ് an en ഈക്വൽ ടു 0 ആണെന്ന് കരുതുക. ഇവിടെ 0 എന്ന് പറഞ്ഞാൽ 0 0 0 എക്സെട്ര 0 n കോർഡിനേറ്റ്സ് ഉള്ള 0 വെക്ടറാണ് ഉദ്ദേശിക്കുന്നത്. സോ a1 e1 പ്ലസ് a2 e2 പ്ലസ് എക്സെട്ര an en എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഇറ്റ് ഇസ് a1 a2 എക്സെട്ര an ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 0 0 എക്സെട്ര 0 മീൻസ് every ai is 0. So these vectors are linearly independent. So Rnനെ ഈ n വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്നുണ്ട്. ഇവരെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു ബേസിസ് ആണ്. ഈ ബേസിസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ Rn. Rnന് വേറെയും ബേസിസുകളുണ്ട്. അതിൽ ഈ ബേസിസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ബേസിസ്. അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കാണാം. നമുക്ക് പിന്നീട് ഫെമിലിയർ ആയിട്ടുള്ള Rn കഴിഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മറ്റൊരു വെക്ടർ സ്പേസ് ആണ് പോളിനോമിയൽസിൻ്റെ സ്പേസ്. ദ സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ Pn എന്താണെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ Pn എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. Pn മീൻസ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. സോ ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് S is equal to set of all 1 x square etc x power n is a basis for the vector space Pn of
പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി n ഓർ ലെസ് എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സപ്പോസ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി എന്നിലുള്ള ഒരു ആർബിട്രറി പോളിനോമിയൽ ആണെന്ന് വിചാരിക്കാം. പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദ സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പോൾ ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഗ്രി എന്നോ അതിൽ കുറവോ ഉള്ള ഒരു പോളിനോമിയലാണ്. സോ വി ക്യാൻ റൈറ്റ് പി ഓഫ് എക്സ് ആസ് സം എ നോട്ട് പ്ലസ് a1x plus a2x square plus etc. an(x power n) where this a0, a1, etc. an are all real numbers. ഇവിടെ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ a3 തുടങ്ങി an വരെയുള്ള എല്ലാ ആ സ്കെയിലേഴ്സ് എല്ലാം 0 ആണ് എന്ന് എടുത്താൽ മതി. തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ a3 എക്സ് ക്യൂബ് വരെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ a4 a5 തുടങ്ങി an വരെയുള്ള എല്ലാവരും 0 എന്ന് എടുക്കുക. ഇനി അതല്ല ഇതൊരു nth ഡിഗ്രി പോളിനോമിയൽ തന്നെയാണെങ്കിൽ നമുക്ക് an നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. സോ പി ഓഫ് എക്സിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം, ദിസ് ഇസ് a0 ടൈംസ് 1. ദിസ് a0 മീൻസ് a0 ടൈംസ് 1 പ്ലസ് a1 ടൈംസ് x plus a2 times x square plus etc. plus an times x power n. So these are this p of x is a linear combination of 1 x, x square, etc. x power n. So we can say that S spans Pn. Okay, so p of x is an element of span of S. So S spans Pn എന്ന് നമുക്ക് കിട്ടി. ഇനി ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ബിക്കോസ് സപ്പോസ് a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര an(x പവർ n) ഈക്വൽ ടു 0 ആണെന്ന് കരുതുക. ഐ വിൽ റൈറ്റ് ഇറ്റ് ഹിയർ. a0 ടൈംസ് 1 പ്ലസ് a2 ടൈംസ് x പ്ലസ് എക്സെട്ര a1 ടൈംസ് x പ്ലസ് a2 ടൈംസ് x സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an(x പവർ n) ഈക്വൽ ടു 0. ഈ 0 എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് പി എൻ. സോ ദിസ് ഈസ് എ പോളിനോമിയൽ മീൻസ് ഇറ്റ് ഇസ് 0 പ്ലസ് 0x പ്ലസ് 0x സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 0x പവർ n, which implies every ai equal to 0 where i equal to 1, 2, etc. up to n. Okay, so this a1 x, x square, etc. x power n are all linearly independent. So now we can say that the set S is a basis for Pn and this basis is known as standard basis for Pn. Now we will do one problem. Show that the vectors v1 equal to 1, 2, 1, v2 equal to 2, 9, 0 and v3 equal to 3, 3, 4 form a basis for R3. സോ ലീനിയർ ഇൻഡിപെൻഡൻസ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാം. ബേസിസ് ആണെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ സെറ്റ് v1, v2, v3 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് കാണിക്കണം. ആൻഡ് ദീസ് 3 വെക്ടേഴ്സ് സ്പാൻ R3 എന്നും നമുക്ക് കാണിക്കണം. സോ ആദ്യം നമുക്ക് ലീനിയർ ഇൻഡിപെൻഡൻസ് പ്രൂവ് ചെയ്യാം. ലീനിയർ ഇൻഡിപെൻഡൻസ് പല രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തന്നിരുന്നു. R3 എന്ന് പറയുന്ന സ്പേസിലെ 3 വെക്ടേഴ്സാണ് നമുക്ക് തരുന്നതെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നറിയാനുള്ള ഏറ്റവും നല്ല വഴി ഈ വെക്ടേഴ്സിനെ ഒരു 3x3 മെട്രിക്സ് ആയിട്ട് നമ്മൾ എഴുതുന്നു. ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണെങ്കിൽ ദീസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ ഇവിടെ നമുക്ക് v1, v2, v3. v1 is 1, 2, 1, then 2, 9, 0, 3, 3, 4. നമ്മളിതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുകയാണ്. 1 times 36 minus 0 minus 2 times 8 minus 0 plus 1 times 6 minus 27 and this is non-zero. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത് നമുക്ക് വിഷയമല്ല. ദിസ് ഇസ് നോൺ സീറോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ദ വെക്ടേഴ്സ് v1, v2, v3 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഇൻ R3. ഓക്കെ,
ഒരു മെട്രിക്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആണ് എന്ന് നമുക്കറിയാം. അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് വെക്ടേഴ്സ് v1 v2 v3 വിൽ സ്പാൻ R3 എന്നാണ് കാണിക്കാൻ പോകുന്നത്. സോ R3യിലുള്ള ഒരു ആർബിട്രറി വെക്ടറാണ് XYZ എന്ന് കരുതുക. ഈ XYZനെ നമുക്ക് v1 v2 v3യുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെന്ന് അസ്യൂം ചെയ്യാം. സോ u is equal to k1 v1 plus k2 v2 plus k3 v3 എന്ന് നമുക്ക് എഴുതാമെന്ന് കരുതാം. സോ ഇതിപ്പോൾ നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ AX equal to B ഫോമിൽ ഇതിനെ പറയാം. വേർ A ഈസ് ദ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് 1 2 1 2 9 0 3 3 4. Then k1 k2 k3 equal to B is XYZ here. അപ്പോൾ ഇവിടെ നമുക്ക് u ഈക്വൽ ടു k1 v1 പ്ലസ് k2 v2 പ്ലസ് k3 v3 ആകുന്ന പോലെ k1 k2 k3 എക്സിസ്റ്റ് ചെയ്യുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ കോഎഫിഷ്യൻറ്റ് മെട്രിക്സിനെയാണ് A എന്ന് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, വി നോ ദാറ്റ് ദിസ് മെട്രിക്സ് ഇസ് ഇൻവെർട്ടിബിൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ AX ഈക്വൽ ടു B എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും A ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് കരുതുക. A ഇൻവേഴ്സ് ടൈംസ് AX വിൽ ബി A ഇൻവേഴ്സ് ടൈംസ് B. A inverse times AX is nothing but X. So X is equal to A inverse times B. ഇപ്പോൾ A inverse എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. B is XYZ. So we can find what is A inverse B. So that we will get X. So X is equal to A inverse B. X means K1 K2 K3. This has a unique non-trivial solution എന്ന് നമുക്ക് കിട്ടി. നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടില്ല അവിടെ, പക്ഷെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കിട്ടി. അപ്പം അതുകൊണ്ട് there exists k1 k2 k3 such that u is equal to k1 v1 plus k2 v2 plus k3 v3. Hence we can say that the vectors v1 v2 v3 will span R3. ഇപ്പം നമുക്ക് കിട്ടി v1 v2 v3 are linearly independent and they will span R3, so that these vectors form a basis for R3. അപ്പോൾ ബേസിസിൻ്റെ ഡെഫിനിഷനും ചില എക്സാമ്പിൾസുമാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോർഡിനേറ്റ്സ് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം.